ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പായസം റെസിപ്പിയാണ്. അപ്പോൾ ഈ അടിപൊളി പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഉണക്കമുന്തിരിയും കശുവണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം. അതിനായി ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഉണക്കമുന്തിരി റോസ്റ്റഡായി വന്നാൽ ചട്ടിയിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം നമുക്ക് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കശുവണ്ടിപ്പരിപ്പും റോസ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി അതേ നെയ്യിൽ തന്നെ നമുക്ക് 2 നേന്ത്രപ്പഴം ഡൈസ് ചെയ്തത്, 2 ആപ്പിൾ ഡൈസ് ചെയ്തത് ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അനാർ ചേർത്ത് കൊടുത്ത് വീണ്ടും 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറശേശി പാൽ ചേർത്ത് കൊടുത്ത് നന്നായി ചേർന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കസ്റ്റാർഡ് മാറ്റിവെക്കാം. അടുത്തതായി ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ 1.5 കപ്പ് അളവിൽ വെർമിസെല്ലി ചേർത്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. വെർമിസെല്ലി ഇവിടെ റോസ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 പാക്കറ്റ് പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. വെർമിസെല്ലി ഒരു 80% വേവാകുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ അടിപിടിക്കാതെ ശ്രദ്ധിക്കണം. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ ചേർത്ത മധുരം നോർമൽ മധുരത്തിൻ്റെ അളവാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും മിൽക്ക് മെയ്ഡിൻ്റെയും പഞ്ചസാരയുടെയും അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത ഫ്രൂട്ട്സും റൈസിൻസും കാഷ്യും ചേർത്ത് കൊടുത്തിളക്കി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.